നമസ്കാരം. N4 ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജോ വേലുപ്പാടം. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. ചെങ്കോട്ടകൾ തകർന്നടിഞ്ഞു, അടിപതറി മന്ത്രിമാർ. UDF-ന് ഐതിഹാസിക വിജയം, BJP-ക്ക് 3 സീറ്റ്. പുതുക്കാടിൽ LDF കോട്ട നിലനിർത്തി KK രാമചന്ദ്രൻ 2853 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ മരിച്ചവർക്ക് സാംസ്കാരിക നഗരി അനുശോചനം അർപ്പിച്ചു. ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിലെ കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചത് സംസ്ഥാനത്തെ ഹോട്ടൽ കാറ്ററിംഗ് മേഖലകളെ ആശങ്കയിൽ ആഴ്ത്തുന്നു. വാർത്തകൾ വിശദമായി അറിയാം. ചെങ്കോട്ടകൾ തകർന്നു, അടിപതറി മന്ത്രിമാർ. UDF-ന് ഐതിഹാസിക വിജയം, BJP-ക്ക് 3 സീറ്റ്. കേരളത്തിന്റെ തെക്ക് മുതൽ വടക്കുവരെ ആഞ്ഞടിച്ചൊരു കൊടുങ്കാറ്റ്. 5 ദശകത്തോളം ഇളക്കം തട്ടാതിരുന്ന തളിപ്പറമ്പും ഉരുക്കിൽ തീർത്ത പയ്യന്നൂരും ഉദുമയും തൃക്കരിപ്പൂരും അടക്കമുള്ള ചെങ്കോട്ടകൾ തകർന്ന് തരിപ്പണമായി. ആർത്തിരമ്പെത്തിയ ഭരണവിരുദ്ധ വികാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ആടിയുലഞ്ഞു. മന്ത്രിമാർ തോറ്റു തുന്നം പാടി. തുടർച്ചയായ 10 വർഷത്തെ ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് 102 സീറ്റോടെ UDF അധികാരത്തിലേക്ക്. 2021 99 സീറ്റുമായി അധികാര തുടർച്ച നേടിയ LDF 35ലേക്ക് കൂപ്പുകുത്തി. UDF തരംഗത്തിനിടയിലും 3 സീറ്റ് പിടിച്ച് BJP കരുത്തറിയിച്ചു. നിയമം തിരിച്ചുപിടിച്ച BJP ചരിത്രത്തിൽ ആദ്യമായി ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും കാവിക്കൊടി പാറിച്ചു. സെഞ്ചുറി അടിച്ച് ഭരണത്തിലേറുമെന്ന VD സതീശന്റെ വാക്കുകളിൽ കേരളം അപ്പാടെ നെഞ്ചിലേറ്റിയ കാഴ്ചയാണ് ജനഹിതം പുറത്തുവന്നപ്പോൾ ദൃശ്യമായത്. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ നിന്ന് LDF അപ്രത്യക്ഷമായി. മന്ത്രിമാരായ V ശിവൻകുട്ടി, P രാജീവ്, MB രാജേഷ്, വീണ ജോർജ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, VN വാസവൻ, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, ചിഞ്ചുറാണി, AK ശശീന്ദ്രൻ, V അബ്ദുറഹിമാൻ, KB ഗണേഷ് കുമാർ എന്നിവർ തോറ്റു. പേരാവൂരിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് മത്സരിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും പരാജയപ്പെട്ടു. LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ മുസ്ലിം ലീഗിന്റെ ഫാത്തിമ തഹ്ലിയയ്ക്ക് മുന്നിൽ കീഴടങ്ങി. ഇതോടെ ചരിത്രത്തിൽ ആദ്യമായി ലീഗിന് നിയമസഭയിൽ വനിതാ പ്രാതിനിധ്യമായി. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ 6 റൗണ്ട് വരെ പിന്നിലായിരുന്നു. 2021 50,123 വോട്ടുകൾക്ക് പിണറായി വിജയൻ ജയിച്ച മണ്ഡലമാണ് ധർമ്മടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, KN ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, P പ്രസാദ്, GR അനിൽ, K രാജൻ എന്നിവർക്ക് മാത്രമാണ് മന്ത്രിമാരിൽ ജയിക്കാനായത്. പുതുക്കാടിൽ LDF കോട്ട നിലനിർത്തി KK രാമചന്ദ്രൻ 2853 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന് വിജയം. 2853 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ വിജയിച്ചത്. രാമചന്ദ്രൻ 63,136 വോട്ടുകളും പ്രധാന എതിരാളിയായ UDF സ്ഥാനാർത്ഥി 60,283 വോട്ടുകളും NDA സ്ഥാനാർത്ഥി പരമേശ്വരൻ A 28,018 വോട്ടുകളും നേടി. തൃശൂർ ജില്ലയിൽ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിലൊന്നാണ് പുതുക്കാട് നിയമസഭാ മണ്ഡലം. 2008 മണ്ഡലം പുനർനിർണയത്തിന് ശേഷം LDF മാത്രമാണ് ഇവിടെ വിജയിച്ചത്. 2011 2016 C രവീന്ദ്രനാഥിനായിരുന്നു വിജയം. 2016 38,478 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ മന്ത്രിയുമായി. 2021 പകരം സ്ഥാനാർത്ഥിയായ KK രാമചന്ദ്രൻ വിജയിച്ചു. 2021 രവീന്ദ്രനാഥ് മാറി നിന്നിട്ടും KK രാമചന്ദ്രൻ 27,000-ന് മുകളിൽ ഭൂരിപക്ഷം ഇവിടെ നേടിയിരുന്നു. ആ കരുത്തിൽ സിറ്റിംഗ് MLA KK രാമചന്ദ്രൻ ഇത്തവണയും കളത്തിലിറങ്ങിയപ്പോൾ LDF പുതുക്കാട് മണ്ഡലത്തിൽ ഉറച്ച പ്രതീക്ഷയിലായിരുന്നു. പ്രധാന എതിരാളി കോൺഗ്രസ് ആണെങ്കിലും പുതുക്കാട് മണ്ഡലത്തിൽ NDA കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 34,000-ലേറെ വോട്ടുകൾ പിടിച്ചത് നിർണായകമായി. 2 വട്ടവും BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച A നാഗേഷിനെ തന്നെ ഇത്തവണയും NDA മത്സരിപ്പിച്ചതോടെ മണ്ഡലത്തിലെ പോരാട്ടം കടുക്കുകയായിരുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ മരിച്ചവർക്ക് സാംസ്കാരിക നഗരി അനുശോചനം അർപ്പിച്ചു. തിരുവമ്പാടി ദേവസ്വത്തിന്റെയും തൃശൂർ പൌരാവലിയുടെയും ആഭിമുഖ്യത്തിൽ കൌസ്തുഭം ഓഡിറ്റോറിയത്തിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. ദുരന്തത്തിൽ മരിച്ച 16 പേരുടെ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥനയോടെയാണ് യോഗം ആരംഭിച്ചത്.
തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് PRM രവി, സെക്രട്ടറി K ഗിരീഷ് കുമാർ, പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ, കൌൺസിലർമാരായ പൂർണിമ സുരേഷ്, രഘുനാഥ് C മേനോൻ, പത്മിനി ഷാജി, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, കുട്ടംകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് C വിജയൻ, ശങ്കരൻകുളങ്ങര ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് എല്ലാവരും പറഞ്ഞു. എന്തിനും ഏതിനും എപ്പോഴും ദേവസ്വത്തിനൊപ്പം നേതൃനിരയിലുണ്ടായിരുന്ന ഗിരി ഉൾപ്പെടെയുള്ള 5 പേരുടെ നഷ്ടം തിരുവമ്പാടി ദേവസ്വത്തിനും തട്ടകത്തിനും ഒരിക്കലും നികത്താനാകാത്തതും മറക്കാൻ കഴിയാത്തതുമാണ്. ഇവരുടെയും വെടിക്കെട്ട് ലൈസൻസി സതീഷിന്റെയും കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതവും, മരിച്ച മറ്റുള്ളവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതവും, പരിക്കേറ്റവർക്ക് ആവശ്യമായ സഹായവും നൽകുമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ യോഗത്തെ അറിയിച്ചു. എരുമപ്പെട്ടി കുണ്ടന്നൂർ തെക്കേക്കരപ്പാടത്ത് ജനവാസ മേഖലയ്ക്ക് നടുവിലായി ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിൽ കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത വെടിക്കോപ്പുകളാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. യാതൊരു സുരക്ഷാ മുൻകരുതലുമില്ലാതെയാണ് കുണ്ടന്നൂർ പാടശേഖരത്തിലെ ഒറ്റമുറി കെട്ടിടത്തിൽ വെടിമരുന്ന് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു. കടുത്ത വേനൽച്ചൂടിൽ പാടത്തിന് നടുവിലെ ഈ കെട്ടിടം ചുട്ടുപൊള്ളുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. ഇതിനുള്ളിൽ എത്രത്തോളം വീര്യമുള്ള സ്ഫോടക വസ്തുക്കളാണ് ഉള്ളതെന്ന് നാട്ടുകാർക്കോ അധികൃതർക്കോ വ്യക്തമായ ധാരണയില്ല. 100 മീറ്ററിനുള്ളിൽ സ്കൂളും പള്ളിയും 70 മീറ്റർ ചുറ്റളവിൽ നിരവധി വീടുകളും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇപ്പോൾ വലിയൊരു ഭീതിയിലാണ്. അടുത്തിടെ മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കുണ്ടന്നൂർ നിവാസികളുടെ ആശങ്ക ഇരട്ടിയായിരിക്കുകയാണ്. മുൻപ് കുണ്ടന്നൂർ പാടശേഖരത്തിൽ വെടിക്കെട്ടുശാല പൊട്ടിത്തെറിച്ച് ഒരു തൊഴിലാളി മരിക്കുകയും മേഖലയിലെ വീടുകൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും വൻതോതിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഈ ദുരന്തത്തിന്റെ നടുക്കം മാറാത്ത നാട്ടുകാർക്ക് മുന്നിലാണ് അധികൃതർ കരിമരുന്ന് ശേഖരം മാറ്റാതെ ഇട്ടിരിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ഈ കരിമരുന്ന് ശേഖരം എത്രയും വേഗം ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിച്ചതിന് പിന്നാലെ പെട്രോൾ ഡീസൽ വിലയും കൂടുമെന്ന സൂചനകൾ സംസ്ഥാനത്തെ ഹോട്ടൽ കാറ്ററിംഗ് മേഖലയെ ആശങ്കയിലാഴ്ത്തുന്നു. ലക്ഷക്കണക്കിന് പേരുടെ ഉപജീവന മാർഗമാണ് രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ വൻ വർധനവ് വന്നത് കാറ്ററിംഗ് മേഖലയ്ക്ക് ഇരുട്ടടിയായി. പല ഓർഡറുകളും മാസങ്ങൾക്ക് മുൻപേ ലഭിച്ചതാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വില വർധനവിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്ലേറ്റിന് 50 രൂപ മുതൽ 60 രൂപ വരെ കൂട്ടേണ്ടി വരും. എന്നാൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവരോട് ഇക്കാര്യം പറയാൻ കഴിയില്ലെന്ന് കാറ്ററേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ തന്നെ വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ ലഭ്യതയിൽ ബുദ്ധിമുട്ടുകളുണ്ട്. വിവാഹ സീസൺ ആയതിനാൽ നിരവധി ഓർഡറുകൾ ലഭിക്കുന്ന സമയത്താണ് താങ്ങാനാകാത്ത ഭാരം ഈ മേഖലയെ ബാധിക്കുന്നത്. പാചകവാതകത്തിനൊപ്പം അരി, എണ്ണ, പച്ചക്കറി, മാംസം, മസാല സാധനങ്ങൾ എന്നിവയ്ക്കും വില വർദ്ധിച്ചു. ഗതാഗത ചിലവും കൂടി. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് കാറ്ററേഴ്സ് അസോസിയേഷൻ. ഈ മാസം 10-ന് അടുക്കളകൾ അടച്ച് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്ന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബാലൻ കല്യാണി, തൃശൂർ ജില്ലാ പ്രസിഡന്റ് PM ഷമീർ, വർക്കിംഗ് സെക്രട്ടറി സുനിൽ കുമാർ, ട്രഷറർ അബ്ദുൾ അസീസ് എന്നിവർ അറിയിച്ചു. ഈ മാസം 6-ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി.
ചെങ്കോട്ടകൾ തകർന്നടിഞ്ഞു, അടിപതറി മന്ത്രിമാർ. UDF-ന് ഐതിഹാസിക വിജയം, BJP-ക്ക് 3 സീറ്റ്. പുതുക്കാടിൽ LDF കോട്ട നിലനിർത്തി KK രാമചന്ദ്രൻ 2853 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ മരിച്ചവർക്ക് സാംസ്കാരിക നഗരി അനുശോചനം അർപ്പിച്ചു. ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള ഒറ്റമുറി കോൺക്രീറ്റ് കെട്ടിടത്തിലെ കരിമരുന്ന് ശേഖരം നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നു. വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചത് സംസ്ഥാനത്തെ ഹോട്ടൽ കാറ്ററിംഗ് മേഖലകളെ ആശങ്കയിൽ ആഴ്ത്തുന്നു. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.